എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റവും. മഹാഗ്രഹങ്ങൾ രാശി മാറുന്നു, അതായത് ശനി, വേഴം, രാഹു, കേതു, ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നു. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം, കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾക്കുള്ള രാശിഫലം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2025 വേഴം, ശനി, രാഹു, കേതു ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന നക്ഷത്രഫലം. 2025 മെയ് 14 വരെ വേഴം ഇവർക്ക് 11-ലും അതിനുശേഷം 12-ലും വരുന്നു. വേഴം 11-ലും പിന്നെ 12-ലും വരുന്നു. 2025 മാർച്ച് 29 വരെ ശനി 8-ലും അതിനുശേഷം ശനി ഇവർക്ക് 9-ലും വരുന്നു. 2025 മെയ് 18 വരെ രാഹു 9-ലും അതിനുശേഷം രാഹു 8-ലും വരുന്നു. 2025 18 വരെ കേതു 3-ലും അതിനുശേഷം 2-ലും വരുന്നു. ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ്. അതുമൂലം ഈ നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പുണർദം, കാലി, പൂയം, ആയില്യം കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ ചില കോട്ടങ്ങളും ഇവർക്കുണ്ടാവും. അപ്പൊ ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും. ഗുണം മാത്രം ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതോടൊപ്പം ചില സമയങ്ങളിൽ ഇവർക്ക് ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഗ്രഹസംബന്ധമായ പുഷ്ടി ഉണ്ടാവും, അതായത് വീട്ടിലൊരു നല്ലൊരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ ആകെ ഒരു ഉണർവ് എല്ലാം ഇവർക്കുണ്ടാവും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട വീടുകളിലോ ഒക്കെ മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനും അതിലെല്ലാം ചെന്ന് സംബന്ധിക്കാനും ഇവർക്ക് സാധിച്ചെന്ന് വരും. സുഹൃജനങ്ങളുടെ സഹായം ഇവർക്ക് കിട്ടും. അതായത് സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകാം. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. പല വിധത്തിലുള്ള ദൂരയാത്രകൾ. ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോകാം. അതിനുള്ള അവസരം വരാം. പ്രവൃത്തി ഗുണമുണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഗുണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പ്രവൃത്തി ഗുണമുണ്ടാവും. പരീക്ഷാദികളിൽ ഇവർക്ക് വിജയം ഉണ്ടാവും. ഇപ്പൊ പരീക്ഷ എഴുതി ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സന്താന ലാഭം ഉണ്ടാവും. സന്താന ലാഭം ഇവർക്കുണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും. ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും. ധനപരമായ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും. എന്നാൽ വേറെ ചില അരിഷ്ടതകളും ഇവർക്കുണ്ടാവും. അതായത് ആരോഗ്യപരമായ ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് വന്നുപെടാം. ആരോഗ്യപരമായ ചില ദോഷാനുഭവങ്ങൾ വരാം. വാദസംബന്ധമായ രോഗങ്ങൾ ഇവരെ പിടികൂടാം. വാദസംബന്ധമായ രോഗം, അതായത് ഞരമ്പ് സംബന്ധമായ, പണ്ട് വാദം എന്ന് പറയും, ഇപ്പൊ ന്യൂറോ, ഞരമ്പ്, ഇല്ലേ, ഇതൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ വാദസംബന്ധമായ രോഗങ്ങളുണ്ടാവും. സ്വജനവിരോധമുണ്ടാകും. അതായത് ബന്ധുഗുണം ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് ചില സ്വജനങ്ങളുമായിട്ടുള്ള വിരോധത്തിനും അവസരങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ ഗുണവും ദോഷവും, എന്നാൽ ഗുണമാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു രാശിമാറ്റ സമയമാണ് ഇവർക്ക്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.